ഇല്ലാത്ത മോഷണത്തിന്റെ പേരിൽ തനിക്കെതിരെ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് തിരുവനന്തപുരം പേരൂർക്കട സ്റ്റേഷനിൽ പോലീസിന് ക്രൂരമായ അപമാനം നേരിട്ട ആർ ബിന്ദു. നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സ്വർണ്ണമാല അതേ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടും ഓമന ഡാനിയൽ ഇതുവരെ വിളിച്ചിട്ടില്ല. തെളിവെടുപ്പിനായി പോലീസുകാർ തന്നെ കൊണ്ടുപോയത് ഓമന ഡാനിയലിന്റെ കാറിലാണെന്നും കാറിൽ വെച്ചും പോലീസുകാർ അപമാനിച്ച് സംസാരിച്ചെന്നും ബിന്ദു 24 പറഞ്ഞു. ഓമന ഡാനിയലിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഈ ഓമന ഡാനിയലും മകളും സ്റ്റേഷനിൽ വന്നിട്ട് ഈ സമയം വരെ എന്നെ ഈ മാലയുടെ കാര്യത്തെ പറ്റി വിളിച്ചിട്ടുമില്ല, എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ഈ പ്രസन्न എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ ഈ കേരളത്തിനകത്തായാലും കേരളത്തിൻ്റെ വെളിയിലായാലും ജോലിയിൽ കൊടുക്കല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്നെ അത്രമാത്രം എന്നെ വേദനിപ്പിച്ച്. ബിന്ദുവിനെ അപമാനിച്ച സംഭവത്തിൽ കൂടുതൽ പോലീസുകാർ കുറ്റക്കാരെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. സംഭവത്തിൽ പോലീസിനോട് സംസ്ഥാന വനിതാ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടുകയും ചെയ്തു. കുടുംബത്തിനെ തന്നെ അപമാനിക്കുന്ന, അവരുടെ കുട്ടികളുടെ ഭാവിയെ പോലും വലിയ രൂപത്തിൽ ഭീഷണിയായിട്ടുള്ള നിലക്കുള്ള ഒരു അപമാനം വരുത്തി വെക്കുന്ന, കുടുംബത്തിനാകെ അപമാനം വരുത്തി വെക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിനിടയായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് മുഴുവൻ കുറ്റക്കാരെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. ഈ പരാതി നൽകിയിട്ടുള്ള വീട്ടമ്മയെയും എങ്ങനെയാണ് പരാതി നൽകാൻ ഇടയായിട്ടുള്ളത്? സ്വർണം വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള വിധത്തിലാണ് ബിന്ദുവിനെ എതിരായിട്ടുള്ള പരാതി ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യം സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റവാളികളെ മുഴുവൻ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം. അജീഷ് ശിവകുമാർ വാർത്തകൾ നിർമ്മിച്ചിരുന്നു. അജീഷ്, ഇത് പൊതുസമക്ഷം ഈ കഴിഞ്ഞ 3-4 ദിവസമായി വാർത്തയുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത ഇത്തരം ശക്തമായ പ്രതികരണ നടപടികൾ ആ വാർത്ത കൂടുതൽ സജീവമാകുമ്പോൾ അതിന് ജനശ്രദ്ധ കിട്ടുമ്പോൾ വരുന്നുണ്ട്. നല്ല കാര്യം. ഇതിൻ്റെ ജനശ്രദ്ധ മാറിയാലും ഈ നടപടികൾ മുന്നോട്ട് പോകും എന്നിപ്പോൾ നമുക്ക് ഉറച്ചു പറയാമോ? ഈ ഓമന ഡാനിയലിനെതിരെ ബിന്ദു സ്വീകരിക്കാൻ പോകുന്ന നിയമ നടപടികൾ എന്താണ് അജീഷ്? ഹാഷ്മി, എന്തായാലും ഈ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട കേസ് നൽകാൻ ഒരുങ്ങുകയാണ് ബിന്ദുവും കുടുംബവും. അതിനായി കമ്മീഷണറടക്കം കാണും. മാത്രമല്ല കോടതിയെ സമീപിക്കുമെന്നും അവർ അറിയിക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ വകുപ്പ് തല ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ അസിസ്റ്റന്റ് കമ്മീഷണർ കന്റോൺമെന്റ് AC-യുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അതിന്റെ ഒരു പ്രാഥമിക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്, ഈ അന്ന് തെളിവെടുപ്പിനായി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അതിൽ കൂടെ ഉണ്ടായിരുന്ന 2 പുരുഷ പോലീസുകാർ അവരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം സാധാരണ ഒരു കേസിൽ ഒരു കുറ്റകൃത്യം സംഭവിക്കുമ്പോൾ അതിന് തെളിവെടുപ്പിനായി കൊണ്ടുപോകുമ്പോൾ ഈ കുറ്റാരോപിതയ്ക്ക് പുറമെ പോലീസിന് പുറമെ ഒരു 3-ാം സാക്ഷി വേണമെന്നാണ് നിർബന്ധം. അത്തരത്തിൽ ഒരുപാട് കോടതി ഉത്തരവുകളും നിലവിലുണ്ട്. എന്നാൽ മാത്രമേ ഒരു തൊണ്ടി മുതൽ കണ്ടെത്തുമ്പോൾ അതിൽ 3-ാം സാക്ഷിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തന്നെ മഹസർ തയ്യാറാക്കി അതാണ് സാധാരണ പോലീസ് കോടതിയിൽ ഹാജരാക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഓമന ഡാനിയലിൻ്റെ കാറിലായിരുന്നു പോലീസ് സംഘം ഈ ബിന്ദുവുമൊപ്പം ഈ വീട്ടിലെത്തിയത്. ഈ വീട്ടിലെത്തിയപ്പോൾ മാത്രമാണ് ഈ ബന്ധുക്കൾക്ക് ഇവർ പോലീസ് കസ്റ്റഡിയിലാണെന്ന് വിവരം പോലും കിട്ടിയില്ല. അത്രയും നേരം ഏതാണ്ട് വൈകിട്ട് 3:30 മുതൽ വൈകിട്ട് ഏതാണ്ട് 7:30 സമയത്താണ് ഈ രാത്രി വീട്ടിലേക്ക് വരുന്നത്. ഇത്രയും നേരം വീട്ടുകാരെ ഒന്നും അറിയിക്കുക പോലും ചെയ്തില്ല. ഈ ഫോൺ പോലീസ് പിടിച്ചു വെക്കുകയായിരുന്നു ചെയ്തത്. വീട്ടിലൊന്നും വിളിച്ച് പറയുക പോലും ചെയ്തില്ല. ആ കാര്യത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു അന്വേഷണത്തിൽ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം, ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി നടന്ന സംഭവ സ്ഥലത്ത് പോയി പരിശോധിക്കണമെന്നായിരുന്നു. ഒരു പ്രാഥമിക പരിശോധനയെങ്കിലും നടത്തണമെന്നായിരുന്നു. പക്ഷേ ഈ കേസിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അത് സ്വർണ്ണം മോഷണം പോയെന്ന് പരാതി കിട്ടി. ആ പരാതി കിട്ടി ആ വീട്ടിൽ പോയി അതിൻ്റെ ആ സിറ്റുവേഷൻ, ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ സ്വർണ്ണം മോഷണം പോയോ എന്ന് ഉറപ്പുവരുത്തുക പോലും പോലീസ് ചെയ്തില്ല. പകരം അവർ ചെയ്ത് സംശയം ഉണ്ടെന്ന് പറയുന്ന ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തി കസ്റ്റഡിയിൽ രേഖപ്പെടുത്തുകയായിരുന്നു. എന്തായാലും ഈ സ്റ്റേഷനിൽ നടന്ന സംഭവം എന്ന് പറയുമ്പോൾ ഇവർ 4 SI അടക്കമുള്ള ഉദ്യോഗസ്ഥർ ചേർന്ന് 4 പേർ ചേർന്ന് ഈ കുട്ടികളടക്കം കേസിൽപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഇവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു ആദ്യം ചെയ്ത്. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട്, വേറെ ആരെയും അറിയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സാധാരണക്കാരിയായ വീട്ടമ്മ ആദ്യം കുറ്റം സമ്മതിച്ചത്, അതായത് താൻ എടുത്തു എന്ന് പറഞ്ഞത്. പക്ഷേ പേടിച്ച് ഇവരോടൊപ്പം ഈ കാറിൽ കയറി വീട്ടിലെത്തിയപ്പോൾ അവർ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല, ഞാൻ പേടി കാരണം വീട്ടുകാരെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറയുകയും ചെയ്തു. പിന്നീട് ഇവർ ദേഷ്യപ്പെട്ട് കാറിൽ തിരിച്ചുപോയി. ഈ കാറിനകത്ത് വെച്ചും ഇവരെ വളരെ മോശമായ ഭാഷയിൽ പറയുകയും ചെയ്തു. എന്തായാലും ഈ SIക്ക് പുറമെ മറ്റുള്ള പോലീസുകാർ, അതായത് ഈ സ്റ്റേഷനിൽ ഇവർ പറയുന്ന പ്രസന്നൻ എന്ന് പറയുന്ന പോലീസുകാർ, മറ്റൊരു പോലീസുകാരൻ, അങ്ങനെ 3 പോലീസുകാർ ഉൾപ്പെടെ എല്ലാവർക്കെതിരെ നടപടി വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും അതിനായിട്ടുള്ള നിയമപോരാട്ടം ഏതറ്റം വരെയും തുടരും എന്ന് തന്നെയാണ് ബിന്ദുവും കുടുംബവും പറയുന്നത്. ഓക്കെ, കൂടുതൽ പോലീസുകാർ കുറ്റക്കാരെന്നാണ് കണ്ടെത്തൽ. മാത്രമല്ല ഈ ഇല്ലാത്ത മോഷണം മാലമോഷണ പരാതി കൊടുത്ത ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട കേസടക്കം നിയമ നടപടി മുന്നോട്ടെന്നും പറയുന്നുണ്ട് ആർ ബിന്ദു.